പാപ്പോ എന്നാടാ ഒരു കോളുണ്ട്. കോളോ? കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ട് വന്നേക്കുന്നു. എന്നാ പറയണ സിനിമാ സെറ്റിൽ വെച്ച് ഒരു യുവനടന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഒരു ഹാസ്യ നടന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജ് അല്ല യുവനടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെ. ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തത്. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തൊടുപുഴ ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട്. യുവനടന്മാരിൽ പെടുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോൾ അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് അരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിട് ഇതെന്താ നിങ്ങളിങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചപ്പോൾ എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് നമ്മൾ വിശ്വസിക്കുക. കോടതിയെ വിശ്വസിക്കാൻ പറ്റൂല, സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റൂല, താര സംഘടനകൾക്ക് വേണ്ടി നിൽക്കും, താരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനകളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആട് ജീവിതമല്ല മാട് ജീവിതം. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു യുവനടന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സോണിയ മൽഹാറിന് നേരെ ഉണ്ടായിരിക്കുന്നത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.